നമസ്കാരം. ഞാൻ ഗീത, അംഗൻവാടി ടീച്ചറാണ്. നമ്മുടെ ആഗസ്റ്റ് മാസത്തിലെ ഒരു തീം എന്ന് പറയുന്നത് പച്ചക്കറികളാണ്. പച്ചക്കറികൾ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. നമ്മുടെ നാട്ടിലും വീട്ടിലും കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നവ, ആ, കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നവ, കയ്പുള്ളത്, മധുരമുള്ളത്, പുളിപ്പുള്ളത്, എരിവുള്ളത്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. പല ആകൃതിയിലും പല ആ, വലിപ്പത്തിലും ഉള്ള പച്ചക്കറികളുണ്ട്. അത് നമുക്ക് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ വള്ളിച്ചെടികളിൽ കായ്ക്കുന്നത്, വലിയ വൃക്ഷത്തിൽ കായ്ക്കുന്നത്, ചെറിയ വൃക്ഷത്തിൽ കായ്ക്കുന്നത്, അങ്ങനെ മണ്ണിനടിയിലുണ്ടാകുന്നത്, അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികളുമുണ്ട്. ഇതിൻ്റെ എല്ലാ പേരുകളും ഇതിൻ്റെ ആകൃതികളും നിറങ്ങളും ഗുണങ്ങളും എല്ലാം നമുക്ക് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പച്ചക്കറിയും ഇലക്കറികളും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പോഷകം ലഭിക്കുകയുള്ളൂ എന്നുള്ളതും നമുക്ക് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അവയുടെ ഓരോ ചിത്രങ്ങളും കൂടെ കാണിച്ചു കൊടുത്താൽ അവർക്കത് വളരെ മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് ടീച്ചിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കുന്നതാകും. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ കുഞ്ഞു പടങ്ങൾ, എങ്ങനെ പച്ചക്കറിയുടെ പടങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഇവിടെ 2-3 ചിത്രങ്ങൾ വരച്ച് കാണിക്കും. ഒരു ക്യാരറ്റ് എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ നോക്കാം. ഇംഗ്ലീഷ് അക്ഷരം വി ഉണ്ടല്ലോ, ആ വി ഒന്ന് വീതി കുറച്ച് ഒരു വി വരയ്ക്കുക. യോജിപ്പിച്ച് ഇതിൻ്റെ ഏറ്റവും മുകളിൽ അതിന് റൗണ്ടായിട്ട് കൊടുക്കുക. ഇവിടെ 2 ഇലയുടെ ഷേപ്പ് പോലെ ഇങ്ങനെ 2 ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടോ, ഈ നമ്മൾ കൊടുത്ത വരയിൽ ഓരോ ഷേപ്പ് കൊടുക്കാം. വെറുതെ ഇങ്ങനെ ഓരോ വളവ് കൊടുത്തതിന് ശേഷം ഓറഞ്ച് ഇതിന് സ്കെച്ച് വെച്ച് വരച്ചിട്ട് ഓറഞ്ച് കളർ കൊടുക്കണം. ഇതാ കണ്ട, ഇങ്ങനെ റെഡിയാക്കി നമുക്ക് സ്റ്റിക്കിലൊട്ടിച്ച് കുഞ്ഞുമക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഇതിൽ ക്യാരറ്റിൽ അവർക്ക് കളറടിക്കാൻ കൊടുക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് വെച്ച് ഒരു റൗണ്ട് വരയ്ക്കും. മാറ്റിയതിന് ശേഷം ഇങ്ങനെ ആ വരയിൽ നിന്ന് നേരെ താഴോട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് മുകളിൽ അതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ്, വളഞ്ഞ ഷേപ്പ് കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരച്ച് മുകളിലോട്ട് ഒരു കത്തിരിക്കയുടെ ചിത്രമാണ് ഇതിപ്പോൾ ഉണ്ടോ. ഇത് കളറടിച്ച് സ്റ്റിക്കിലൊട്ടിച്ചെടുത്തതാണ്. ഇതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതുപോലെ ആ കുപ്പിയുടെ അടപ്പ് തന്നെ വെച്ചിട്ട്, ഇത് നമ്മൾ നേരത്തെ ഫ്രൂട്ട്സിൽ വരച്ചതാണ്, എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു സർക്കിളാക്കിയതിന് ശേഷം ഇങ്ങനെ എൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ വളച്ചെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുത്ത് മുകളിലേക്ക് അതിൻ്റെ തണ്ടിന് ഒരു 2-1 വരച്ച് എടുക്കുമ്പോൾ ബാക്കി ഈ ഭാഗങ്ങളെ മായ്ച്ച് കളയും. ഇത് നമ്മൾ ഫ്രൂട്ട്സിൽ മഞ്ഞയോ ഓറഞ്ചോ ഒക്കെ അടിച്ചപ്പോൾ ഇത് മാങ്ങ പഴമായി. നമുക്ക് പച്ച കളറിൽ മാങ്ങ കറിയൊക്കെ ഉപയോഗിക്കുമല്ലോ, വെജിറ്റബിൾസിലും പച്ച മാങ്ങ ഉപയോഗിക്കും. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരച്ച് പറഞ്ഞു കൊടുക്കാം. അടുത്തതായി ഇതുപോലെ തന്നെ ഒരു കുഞ്ഞടപ്പ്, ഇതുപോലെ ഒരു കുഞ്ഞടപ്പ് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ നമുക്ക് ആവശ്യമുള്ള പടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അടപ്പെടുക്കാം. അത് മാറ്റിയിട്ട് താഴോട്ട് ഇങ്ങനെ
ഇങ്ങനെ വരച്ച് ഒന്ന് വളച്ച് കൊടുക്കും. ഇവിടെ ഒന്നും ഇങ്ങനെ ഷേപ്പാക്കി 2 ഇല കൊടുത്ത് ഇവിടെ വളച്ച് ഇങ്ങനെ വരച്ച് ചേർക്കുക. ഇതാണ് ഇതിൽ റെഡ് കളർ അടിച്ചെടുക്കുമ്പോൾ ഇത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നമുക്ക് വരച്ച് നല്ല മനോഹരമായിട്ട് കളറടിച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സ്കെയിലിട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു വി വരയ്ക്കുക. പിന്നെ ഒരു വലിയ ഷേപ്പ് വേണ്ട, ഉണ്ടോ? വി കൊടുത്തിട്ട് ഇതിൻ്റെ മുട്ടിനെ ഇങ്ങനെ വളച്ച് യോജിപ്പിച്ച് ചേർത്ത് മുകളിലോട്ട് ഒരു 2 ഒന്നിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കും. കേട്ടോ, എൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ മൂട്ടിലുള്ള 2 പോലെയായി. ഇങ്ങനെ ഒന്ന് നമ്മൾ വി വരച്ചതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കും. ഇതിന് പച്ച കളറ് അടിക്കാം, ചുവപ്പ് കളറും അടിക്കാം. ഇത് മുളകാണ്, എരിയുള്ള വെജിറ്റബിൾസാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. എരിയുള്ള വെജിറ്റബിൾസിന് ഈ മുളക് കാണിച്ചു കൊടുക്കാം. അത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും. അതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുക. ടീച്ചർ കുപ്പിയുടെ അടപ്പ് മാത്രമേ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കരുത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിനും പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കുപ്പിയുടെ അടപ്പ്, വള, ഇതെല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം അറിയാമെന്നുള്ളവർക്കല്ല, കുറച്ചൊക്കെ അറിഞ്ഞുകൂടാത്ത ടീച്ചേഴ്സ്, വരയ്ക്കാൻ പ്രയാസമുള്ള ടീച്ചേഴ്സും കാണാം, അവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുപ്പിയുടെ അടപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും വേണോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ അതിനെ ഒരു തണ്ട് വരച്ചിട്ട് ഇങ്ങനെ എന്താ ഇതൊക്കെ നമ്മൾ സ്റ്റാർ വരയ്ക്കും പോലെ ചുമ്മാ ഇങ്ങനെ ഓരോ വര കൊടുത്താൽ മതി. ഇങ്ങനെ ഈ റൗണ്ട് ഇതിൽ റെഡ് കളർ കൊടുത്താൽ നല്ല ഒന്നാം തരം ഒരു ടൊമാറ്റോ ആയി. ഉണ്ട്, ടൊമാറ്റോ ചുവപ്പ് നിറത്തിലുള്ള ഒരു വെജിറ്റബിൾസാണ് ടൊമാറ്റോ. അടുത്തതായി നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു വി വരയ്ക്കാം. ഇങ്ങനെ യോജിപ്പിച്ച് വി വരച്ച് അതിനെ യോജിപ്പിക്കുക. യോജിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം, റൗണ്ടായിട്ടല്ല, ഇങ്ങനെ എന്താ വരയായിട്ട് തന്നെ കൊടുത്തിട്ട് അതിന് മുകളിലേക്കും കൂടെ വരച്ചാൽ കണ്ടോ. സ്കെയിലിട്ട് ഈ വിക്കകത്ത് 2-3 വരകൾ കൊടുക്കുക. ഇതാണ് വെണ്ടയ്ക്ക. നമ്മുടെ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്നത് വെണ്ടയ്ക്കയാണ്. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. വെണ്ടയ്ക്ക വരയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അടുത്തതായി വലിയ കുപ്പിയുടെ അടപ്പ് വെച്ച് ഒരു സർക്കിൾ കൊടുത്ത് എപ്പോഴും നമ്മളൊരു ഷേപ്പ് വളഞ്ഞു കൊടുക്കാം. ഇവിടെ ഉണ്ടോ, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഓരോ വര കൊടുത്തിട്ട് ഇവിടെ ഓരോ ഇത് നല്ല ഒന്നാം തരം ഒരു മത്തങ്ങയാണിത്. പച്ച കളറോ ഇതുപോലെ 2 കളറ് ചേർത്തോ അടിച്ച്
നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കാണിച്ചു കൊടുക്കാം. വലിയ കുപ്പിയുടെ അടപ്പ് വെച്ചാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ റാ എഴുതുമല്ലോ, മലയാള അക്ഷരം റാ ഇങ്ങനെ കുറച്ച് പൊക്കത്തിൽ ഇത്തിരി വലുതായിട്ടൊരു റാ എഴുതണം. ഉണ്ടോ? ഇത്രയുള്ള ഒരു റാ എഴുതിയിട്ട് ഇവിടെ നമുക്ക് ഒരു വീട ഉണ്ടോ? ഈ വീന്ന് ചെറിയൊരു കുഞ്ഞ് ഷേപ്പ് വെച്ച് ഇതൊരു കണ്ടു നമുക്ക് സ്കെയിൽ വെച്ച് ഈ വലിയ റാ വരച്ചേക്കുന്നില്ലേ, ഇതിൽ ഓരോ ലൈൻ കൊടുക്കുക. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളെ കുഞ്ഞുമക്കളെയും കൊണ്ട് അവരെ അമ്മയും അച്ഛൻ്റെയും കൂടെ പുറത്തൊക്കെ സ്ഥലങ്ങൾ കാണാനൊക്കെ പോകുമല്ലോ, മ്യൂസിയം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അവിടെ എല്ലായിടത്തും വെച്ചേക്കും. ഇതാണ് ചോളം. ഒരു വാങ്ങി അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളും എല്ലാവരും കഴിക്കുന്നത് നല്ല ഒരു ഐറ്റമാണ്. ഇത് അവർക്ക് നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. ഇതുപോലെ വരച്ച് കളറടിച്ച് കൊടുക്കാം. ഇവിടെ കണ്ടിന് പച്ച കളറ് ഒന്നിങ്ങനെ കുറച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഉണ്ടോ? ഇങ്ങനെ കളറടിച്ച് കൊടുത്തതാണ്. ഉണ്ടോ? ചോളം നല്ല എളുപ്പത്തിൽ വരയ്ക്കാം. ഒരു വീതിയുള്ള ഒരു വി കൂടി വരച്ച് ഇങ്ങനെ ചേർത്ത് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അറ്റാന്ന് മായ്ച്ച് കളഞ്ഞാൽ എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കും. ഇതാണ് കയ്പുള്ള ഒരു വെജിറ്റബിൾസ്, പാവയ്ക്ക. കയ്പുള്ള വെജിറ്റബിൾസാണ് പാവയ്ക്ക. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഞാൻ വരച്ചു തന്ന ചിത്രങ്ങൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം.